ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം, ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ലോക സമ്പദ് വ്യവസ്ഥാ മേഖലയിൽ നിലനിൽക്കുന്ന 3 പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. +1 +2 വിവിധ ടെക്സ്റ്റ് ബുക്കുകൾക്കിടയിൽ വിവിധങ്ങളായ ഇടങ്ങളിൽ പഠിച്ചു വരുന്ന ഒരു വിഷയം +2 എക്കണോമിക്സിൽ നമ്മൾ പഠിക്കാൻ. അഥവാ ലോകത്ത് 3 തരം സമ്പദ് വ്യവസ്ഥകൾ കാണാം. ഒന്ന് സെൻട്രലി പ്ലാനഡ് എക്കണോമി എന്ന് പറയും, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി. കേട്ടോ, സോഷ്യലിസ്റ്റ് എക്കണോമി. മറ്റൊന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. 3 മിക്സഡ് എക്കണോമി. ഇത് ഒന്ന് കൃത്യമായി പഠിച്ചു വെക്കണം, പല സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യം വരുന്നതാണ്. മനസ്സിലായോ? 3 തരം: ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ്. എന്താണ് ഈ 3 സമ്പദ് വ്യവസ്ഥകളുടെ വ്യത്യാസങ്ങൾ എന്നാണ്. ഇത് ഏറ്റവും പ്രധാനമായി സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കലി ഇത് 2 കൂട്ടായ്മകളുടെ ഐഡിയോളജിയാണ്. സോഷ്യലിസം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ആശയം തുടർന്നു പോരുന്ന ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ചില രാജ്യങ്ങൾ അവരവരുടെ സാമ്പത്തിക ഐഡിയോളജിയായി കൊണ്ടു നടന്നൊരു തിയറിയാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. റഷ്യയുടെ നേതൃത്വത്തിൽ, സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഒരു ചേരി അവർ തുടർന്ന് വന്നിരുന്ന ഒരു സാമ്പത്തിക തിയറിയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാ ഉൽപാദന ഘടകങ്ങളും രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്നതാണ്. സോഷ്യലിസത്തിൽ രാഷ്ട്രത്തിൻ്റെ അഥവാ ഗവൺമെന്റ് ആണ് നിയന്ത്രിക്കുന്നത്. അവിടെ ആർക്ക് റോളില്ല? സ്വകാര്യ വ്യക്തികൾക്ക് റോളില്ല. ഈ 2 പോയിന്റുകളാണ് സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ആദ്യം പഠിച്ചിരിക്കേണ്ടത്. ഒന്ന്, എല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. 2, സ്വകാര്യ സംരംഭം അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് അവിടെ പങ്കാളിത്തമില്ല. മനസ്സിലായോ? അപ്പോൾ മാർക്കറ്റിൽ പോയി ഒരു ഷോപ്പ് തുടങ്ങണമെന്നുണ്ട്. സ്വകാര്യ വ്യക്തിയായ എനിക്ക് അങ്ങനെ തുടങ്ങാൻ പറ്റൂല. കാരണം അവിടെ ഹോസ്പിറ്റലുകൾ ഗവൺമെന്റ് നിയന്ത്രിക്കും. അങ്ങനെ ഓരോ സംരംഭങ്ങളും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. എന്നാൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലോ all means of productions are under the ownership and control of private individuals. സ്വകാര്യ വ്യക്തികളുടെ അണ്ടറിലാണ് ക്യാപിറ്റലിസത്തിൽ ഓരോ കാര്യങ്ങളുള്ളത്. മനസ്സിലായോ? ക്ലിയർ ആണോ? 1991 ശേഷം നമ്മുടെ രാജ്യം ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ നല്ലൊരു വിഷയങ്ങളും കടം എടുക്കുകയുണ്ടായി. ആഗോളവൽക്കരണത്തിൻ്റെ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണ നയങ്ങൾ ഇന്ത്യ സ്വീകരിച്ചു. മീൻസ് ക്യാപിറ്റലിസത്തിൻ്റെ ആശയങ്ങൾ ഇന്ത്യ സ്വീകരിച്ചു എന്നർത്ഥം. മിക്ക രാജ്യങ്ങളും 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? 21-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ. അപ്പോൾ ശ്രദ്ധിക്കണം. ക്ലിയർ ആണോ? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി. അതേപോലെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും നിയന്ത്രണം സ്വകാര്യ വ്യക്തി, ഗവൺമെന്റിന് നിയന്ത്രണമില്ല എന്ന് മാത്രമല്ല ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടാകും, വ്യക്തി സ്വാതന്ത്ര്യം കൂടുതലാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അതോടൊപ്പം ഇവിടെയാണെങ്കിൽ സാമ്പത്തിക സമത്വമാണ്. സോഷ്യലിസത്തിൽ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ കുറവാണ്, ഗവൺമെന്റാണ് നിയന്ത്രണം. എക്കണോമിക് പ്ലാനിങ് ഗവൺമെന്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്നത് സോഷ്യൽ വെൽഫെയർ എന്നാണ്. കിട്ടുന്ന വരുമാനം മൊത്തം ഗവൺമെന്റ് എല്ലാവർക്കും വിഹിതം വെച്ച് കൊടുക്കും. അപ്പോൾ മത്സരങ്ങൾ കുറയുന്നു. മത്സരങ്ങൾ കുറയുമ്പോൾ കച്ചവടങ്ങളും ബിസിനസ്സുകളും കുറയുന്നു. രാഷ്ട്രം സാമ്പത്തികമായി പിന്നോട്ടടിക്കുന്നു എന്നതാണ് അതിൻ്റെ ഫലം. അതുകൊണ്ടാണ് സോഷ്യലിസ സമ്പദ് വ്യവസ്ഥ ആശയങ്ങൾ തുടർന്ന രാജ്യങ്ങൾ പിന്നീട് അത് ഉപേക്ഷിച്ച്, ചൈന 78-ൽ തന്നെ ആ നയം ഉപേക്ഷിച്ച് ക്യാപിറ്റലിസത്തിൻ്റെ നയങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായും അങ്ങനെ പരിഷ്കാരം നടത്തിയതിൻ്റെ പേരിൽ സോവിയറ്റ് യൂണിയൻ തന്നെ തകരുകയുണ്ടായി. മനസ്സിലായോ? ക്ലിയർ ആണോ? ശ്രദ്ധിക്കണം. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. ഇനി മിക്സഡ് എക്കണോമി എന്ന് പറയുമ്പോൾ ഇവ രണ്ടും ചേർന്നതാണ്. ഓക്കെ.
ഇത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് വാസ്തവിക സാമ്പത്തിക ശാസ്ത്രം. അതിൻ്റെ ഇടയിൽ വില സംവിധാനം, പ്രൈസ് മെക്കാനിസം എന്നൊരു ടേം ഉണ്ട് കേട്ടോ. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ സാധാരണ വില ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിൽ വില ഏറിയും കുറഞ്ഞും വരുന്ന സ്ഥിതി നമ്മുടെ മാർക്കറ്റിൽ കാണാം. ഒരു വസ്തു, ഉദാഹരണത്തിന് ഒരു ഓറഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന സീസൺ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായി ഓറഞ്ചിൻ്റെ വില കുറയും. അതേസമയം എല്ലാവർക്കും ഓറഞ്ച് വാങ്ങേണ്ട ഒരു സീസൺ, ഉദാഹരണത്തിന് മുസ്ലിംസിൻ്റെ റമദാൻ കാലം, നോമ്പ് കാലം, അപ്പോൾ നല്ല ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡിനനുസരിച്ച് മാർക്കറ്റിൽ വില കൂടുന്നു. കൂടുതൽ സപ്ലൈ, മാർക്കറ്റിൽ കൂടുതൽ വസ്തുക്കൾ എത്തുമ്പോൾ വില കുറയുന്നു. ഈ രൂപത്തിൽ വില സംവിധാനം, പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ശക്തികളായി ഡിമാൻഡും സപ്ലൈയും വരുന്ന രംഗം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വില മാറുന്നുണ്ടെങ്കിൽ, അല്ലാതെ ഗവൺമെൻറ് തീരുമാനിക്കുകയല്ല ഇത്ര വില വേണം, മനസ്സിലായോ? ഡിമാൻഡും സപ്ലൈയും നോക്കി വില ഏറ്റ വ്യത്യാസം വരുന്ന സ്ഥിതിയാണ് പ്രൈസ് മെക്കാനിസം. ക്ലിയർ ആണല്ലോ? അപ്പം 3 സമ്പദ് വ്യവസ്ഥകൾ പറഞ്ഞു. സോഷ്യലിസ്റ്റും ക്യാപിറ്റലിസത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥകൾ മിക്സ് ചെയ്തതാണ് കേട്ടോ, മിക്സഡ് എക്കണമി. ക്ലിയർ ആണല്ലോ? അത് ആ പോയിന്റുകൾ അങ്ങനെ തന്നെ ഒന്ന് ഓർത്തു വെക്കണം. അതിനുശേഷം വില സംവിധാനവും പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള 2 ടേമുകളാണ് വാസ്തവിക സാമ്പത്തിക ശാസ്ത്രവും പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രം. വളരെ സിമ്പിളായി പറയാം. വാസ്തവിക സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മീൻസ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായ ഒരു വിഷയങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുന്നതിനെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാലേ തിരിയുള്ളൂ. എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ. ഉദാഹരണം പറയാം, നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ വർദ്ധിക്കുന്നു. ഇതൊരു തിയറിയാണ്. പോസിറ്റീവ് എക്കണോമിക്സിൽ ഇത്ര മാത്രമേ പഠിക്കുള്ളൂ. അതേസമയം നോർമാറ്റീവ് എക്കണോമിക്സിൽ എന്തുകൊണ്ട് കൂടുന്നു, അതിനെ കുറക്കാൻ എന്തൊക്കെ ചെയ്യണം, മനസ്സിലായോ? എന്തുകൊണ്ടാണ് അത് വർദ്ധിക്കുന്നത്, വർദ്ധിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് കുറക്കാൻ എന്തൊക്കെ വേണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ എവിടെ പറയും? നോർമാറ്റീവ് എക്കണോമിക്സിൽ പറയും. പോസിറ്റീവ് എക്കണോമിക്സിൽ ആ വിഷയം അങ്ങനെ തന്നെ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? പോസിറ്റീവ് എക്കണോമിക്സിൽ എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നൽകുന്നു, ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താണ് എന്ന വിഷയം, വാട്ട് ഈസ് എന്നതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ അമിതമായ ജനസംഖ്യയുള്ള രാജ്യമാണ്, ഇന്ത്യ വലിയ തൊഴിലില്ലായ്മ ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് എക്കണോമിക്സിലാണ് പറയുന്നത്. അതേസമയം നോർമാറ്റീവ് എക്കണോമിക്സിൽ എങ്ങനെ പറയും? ഇന്ത്യയിലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, അത് കാരണം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അസമത്വം വർദ്ധിക്കുന്നു, അസമത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൊഴിലില്ലായ്മയാണ്, അതിൻ്റെ വിശദീകരണങ്ങളടക്കം, തൊഴിലില്ലായ്മ കുറക്കാൻ ഗവൺമെൻറ് തൊഴിൽ പദ്ധതികൾ നടപ്പിലാക്കണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ എവിടെ വരും? നോർമാറ്റീവ് എക്കണോമിക്സിൽ വരും. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള കമ്പാരിസണാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിലെ ചെറിയ ചെറിയ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിഷയങ്ങളിലെ വലിയ വലിയ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ്. മനസ്സിലായോ? മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഠഭാഗത്ത് അതിൻ്റെ ഒരു പോയിന്റ് കണ്ടോ? യൂണിറ്റ് ഓഫ് സ്റ്റഡി. മൈക്രോ എക്കണോമിക്സിൽ വീടുകൾ, കൺസ്യൂമേഴ്സ്, ആരാണ് സാധനം വാങ്ങുന്ന വ്യക്തികളൊക്കെയാണ് ഇവിടെ ചർച്ച. എന്നാൽ മാക്രോ എക്കണോമിക്സിൽ രാജ്യത്തിൻ്റെ GDP, വില സിസ്റ്റം, ഇതൊക്കെയാണ്. മനസ്സിലായോ? മൈക്രോ എക്കണോമിക്സിൽ ചെറിയ ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ മാക്രോ എക്കണോമിക്സിൽ വലിയ വലിയ, അതേസമയം അത് വളരെ സിമ്പിളായിട്ടുള്ള യൂണിറ്റുകളാണ് ഇവിടെയാണെങ്കിൽ വിശാലമായ സാമ്പത്തിക മേഖലയെക്കുറിച്ചാണ് മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അത് തന്നെ മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം, ചെറുത്. മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജ്, വലുത് എന്നൊക്കെയാണ് അർത്ഥം. ക്ലിയർ ആണോ? മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യൂ പോയിന്റ് നോക്കിയാൽ മൈക്രോ എക്കണോമിക്സ് ഒരു ചെറിയ വീക്ഷണത്തിൽ, അതേസമയം മാക്രോ എക്കണോമിക്സ് വലിയ വീക്ഷണത്തിലാണ് അതിനെ പഠിക്കുന്നത്. രാജ്യത്തിൻ്റെ വരുമാനം, രാജ്യത്തിൻ്റെ GDP, ദേശീയ വരുമാനത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? താങ്ക് യു.